നമുക്കിന്നൊരു പഞ്ഞിക്കുട്ടൻ കേക്ക് ഉണ്ടായി കണ്ടോ. പഞ്ഞിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, നല്ല ടെക്സ്ചറാണ്, നല്ല പഞ്ഞി പോലുള്ള കേക്ക് അതാണ്. അപ്പോൾ അതിനാ വേണ്ടത് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് മൈദ. പഞ്ചസാര ലെവലിൽ എടുക്കുക. 1 കപ്പ് തന്നെ പഞ്ചസാര എടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേറെ ഷുഗർ സിറപ്പോ വിപ്പിംഗ് ക്രീമോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാത്ത കേക്കായത് കാരണം പഞ്ചസാര മധുരം വേണം. അതുകൊണ്ട് 1 കപ്പിന് എടുക്കണം. മൈദയും 1 കപ്പ്. പിന്നെ ഇതിനിടയ്ക്കൂടെ നമ്മൾ മുട്ടയടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള മോൾഡും ബട്ടർ പേപ്പറും എടുത്ത് വെച്ചേക്കണേ. കാരണം എന്ന് വെച്ചാൽ അതിലേക്ക് മുട്ട അടിച്ചിട്ട് പിന്നെ കട്ട് ചെയ്യാൻ പോകണം, ചടങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് മുന്നേ എടുത്തേക്കുന്നതാണെങ്കിൽ ബെറ്റർ. അപ്പോൾ അതെടുത്ത് വെച്ചു. ഓയിൽ പിന്നെ നമുക്ക് കേക്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്കി അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇറ്റിച്ചാൽ മതി. അപ്പോൾ അതിന് തന്നെ മോൾഡിലേക്കുള്ള ഓയിൽ കിട്ടും. അപ്പം 4 മുട്ട എടുത്തിട്ടുള്ള ഞാൻ കേട്ടോ. 4 മുട്ടയുടെ വെള്ള സെപ്പറേറ്റ് ചെയ്ത്, വെള്ളയും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് 4 മുട്ടയുടെ വെള്ള ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൊടിച്ച പഞ്ചസാര കുറച്ചടിച്ചിട്ട് നന്നായിട്ട് അടിക്കണം കേട്ടോ. വിസ്ക് വെച്ച് ചെയ്യുന്നവർ ചെയ്യാം, ബട്ട് നന്നായിട്ട് അടിക്കണം കേട്ടോ. നല്ല സ്റ്റിഫ്, നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ സ്റ്റിഫാക്കുന്ന പോലെ തന്നെ സ്റ്റിഫാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലോട്ട് നമ്മൾ യോക്ക് മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ, അതിനെ 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ പാൻ സൈസ് 8 ഇഞ്ച് അടുത്തത് 8 ഇഞ്ച് അത്യാവശ്യം നല്ല, അത് ഫുള്ള് കിട്ടിയായിരുന്നു കേക്ക് കേട്ടോ. അപ്പോൾ 8 ഇഞ്ച് മതി. അപ്പോൾ ഇതാ നല്ലതായിട്ട് സ്റ്റിഫായിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിഫായ ഇതിലോട്ട് 1 by 1 ആയിട്ട് നമുക്ക് യോക്ക് ഇട്ടിട്ട് ഒരു യോക്ക് ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക, മാറ്റുക, അടുത്തിടുക, ഒന്ന് കറക്കിയെടുക്കുക, മാറ്റുക. പിന്നെ ഒന്നിച്ചിട്ടിട്ട് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഓറഞ്ചിൻ്റെ പീലിരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് അന്നേരം ഒരു ക്രേസ് തോന്നിയിട്ട് ഇത് എടുത്ത് വെച്ചിരുന്നായിരുന്നു. എന്തെങ്കിലും യൂസ് വരും, അതേ ഹോം ബേക്കർ നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് വരും തോന്നുമല്ലോ, അങ്ങനെ എടുത്ത് വെച്ചേട്ടോ. അതും പിന്നെ ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസും കൂടെ, 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ ഓയിൽ ചേർത്തില്ലെന്ന്. ഞാൻ ബ്ലേഡൊക്കെ ക്ലീനാക്കി എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ മറന്നു കേട്ടോ, ഓയിൽ ചേർത്തില്ല. അങ്ങനെ ബ്ലേഡെല്ലാം ക്ലീനാക്കി മാറ്റിയപ്പോഴാണ് മറന്നല്ലോ. പിന്നെ ഞാൻ പിന്നെ ഒരു 1/4 കപ്പ് ഓയിൽ എടുത്തു കേട്ടോ. ഒരു 1/4 കപ്പ് ഓയിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അത് മിക്സൊക്കെ ആയപ്പോഴത്തേനും ഞാൻ പിന്നെ നേരെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മൈദ എടുത്ത് വെച്ചിട്ടില്ലേ, അതിനകത്ത് ബേക്കിംഗ് പൗഡറോ മിക്സറോ ഒന്നുമില്ല, നേരെ അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ തന്നെ കമത്തിയിട്ടത്. അല്ലാതെ ഞാൻ വേറെ ഒന്നും അരിച്ചിട്ടില്ല, നേരെ അതിനകത്തോട്ട് തന്നെ അരിച്ചിട്ടത്. അപ്പം പിന്നെ ഇതിനിടയ്ക്ക് കൂടെ ഒരു 1/4 കപ്പ് മിൽക്ക് കൂടെ എടുത്തിട്ടുണ്ട്. കാരണം ഇതിനൊന്ന് ഇതാക്കി എടുക്കണമല്ലോ, അപ്പോൾ ഒരു 1/4 കപ്പ് മിൽക്ക് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതും ഒഴിച്ച് ബാക്കിയുള്ള മൈദയും കൂടെ അരിച്ചിട്ടിട്ട് സെറ്റാക്കി എടുത്തു. വേറൊന്നും ചെയ്തിട്ടില്ല, ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. ഇത് നല്ല ഫൈൻ സാധനമാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല ടെക്സ്ചറാണ്. അപ്പോൾ ഇത്രയും കേക്ക് ഒഴിച്ചിട്ടുണ്ട്, നല്ല പൊന്തി മുകളിൽ വന്ന് നിൽക്കും. എന്നിട്ട് ഇത് ഞാൻ ചെയ്തത് ഗ്യാസ് സ്റ്റോപ്പിലാണ്. അപ്പം ടാപ്പ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ക്ലോത്ത് എടുത്തിട്ടാണ് വെച്ചിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ട് കേൾക്കത്തുള്ളൂ, സൗണ്ട് മാത്രമേ വരത്തുള്ളൂ, വേറൊന്നും കേൾക്കില്ല, അല്ലാതെ ബബിൾസ് വരില്ല. അപ്പോൾ ഇതാകുമ്പം നൈസാണ് കേട്ടോ, അധികം ബബിൾസ് വരത്തില്ല. എന്നുവെച്ചാൽ ബബിൾസ് കേക്കിൽ വരില്ല, മൊത്തം മുൾപ്പൊക്കോളും. ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റാണ്. ഞാൻ പിന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെച്ചു. ആ 8 ഇഞ്ച് മുകളിലാണ് ഫുള്ള് നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. കേക്ക് ഫുൾ നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത്, നന്നായിട്ട് സെറ്റായിട്ട്. അപ്പം ഒരു 30 മിനിറ്റ് നോക്കിയപ്പം ആയിട്ടില്ല കേട്ടോ. പിന്നെ ഞാനൊരു 7 മിനിറ്റ് കൂട്ടി വെച്ചു. എന്നിട്ടാണ് സെറ്റായത്. അതും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിം അത്ര മതി. അപ്പോൾ ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ കേക്ക് സാധാരണ നമ്മൾ സെയിലാക്കാൻ അല്ലാത്ത കേക്കുകളൊക്കെ അധികം തണുക്കാതെ തന്നെ നമ്മൾ കട്ട് ചെയ്യുമല്ലോ, അതങ്ങനെയാണല്ലോ.
അതൊരു എന്താ അത് ക്യൂരിയോസിറ്റി ആണെന്ന് അറിയില്ല. എന്തായാലും ഞാനത് അന്ന് ജസ്റ്റ് തണുപ്പ് മാറിയപ്പോഴേ കട്ടാക്കി. പിന്നെ പറയണ്ടായല്ലോ ഇതിൻ്റെ ബാക്കി, അതായത് എഡ്ജുകളൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ വെക്കുമല്ലോ, അതൊക്കെ ഞങ്ങൾ അപ്പോഴേ തീർത്തു. പിന്നെയാണ് ഞാൻ നൈസായിട്ട് വേറെ കട്ട് ചെയ്തെടുത്തത്. ബാക്കി എഡ്ജ് കട്ട് ചെയ്ത് അപ്പോഴേ പോകും. കാരണം ഇതിൻ്റെ ഈ മുരിഞ്ഞ ഭാഗം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേക്കിൻ്റെ, അറിയോ? ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ മുരിഞ്ഞ ഭാഗം കഴിക്കാനായിട്ട്. പിന്നെ അങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നല്ല കണ്ട നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ് കണ്ടോ, ഒടിഞ്ഞോ അങ്ങനെയൊന്നും പോവില്ല, നല്ല പെർഫെക്റ്റ് കേക്കാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയാം കേട്ടോ.